അദ്ദേഹം എത്തി വെള്ളം ചുണ്ടോടടുപ്പിക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്തുനിന്നൊരു ശബ്ദം, വെള്ളം വെള്ളം എന്ന് പറഞ്ഞു. കുട്ടികളെ കടത്തി ഉറക്കാൻ പറഞ്ഞു. കുട്ടികൾക്ക് ഉണ്ടാക്കിയ ഫുഡാണ്. കുട്ടികളെ കടത്തി ഉറക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിഥിയെ ഇരുത്തിയതിനു ശേഷം അദ്ദേഹം വിളക്ക് ഊതിക്കെടുത്തി. എന്നിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ചു. എൻ്റെ പിതാവ് വാപ്പ സലീം മാഷ് ദേവാരംഗത്ത് വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നു. ഇത് ഹാരിസ് ബിൻ സലീമിന്റെ അനിയനാണ് സാദിഖ് ബിൻ സലീം. ഞങ്ങളുടെ വാപ്പയെ കുറിച്ചാണ് തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത്. 2002 വാപ്പ മരണപ്പെടുന്നത്. വാപ്പ ഒരു സ്കൂൾ മാഷായിരുന്നു, UP സ്കൂളിൽ. ഇപ്പോൾ TK അഷ്റഫ് ഒക്കെ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ അവിടെ ഒരു മുൻഗാമിയായിട്ട് വർക്ക് ചെയ്തിരുന്ന മാഷായിരുന്നു. വാപ്പാൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ നല്ല മലയാള ഭാഷയാണ് ഉണ്ടായിരുന്നത്. വളരെയധികം പ്രസംഗമായിരുന്നാലും എഴുത്തായിരുന്നാലും വളരെ മനോഹരമായ കൈയക്ഷരമാണ് വാപ്പാക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു സംസാരം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്കൂളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മദ്രസയുമായി ബന്ധപ്പെട്ടെങ്കിൽ സ്കൂൾ കലോത്സവങ്ങളായിട്ട് ബന്ധപ്പെട്ടൊക്കെ പരിപാടികൾ ഉണ്ടാകുമ്പോൾ വാപ്പ സ്വന്തം സ്ക്രിപ്റ്റ് ചെയ്ത പാട്ടുകൾ, കഥാപ്രസംഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീട്ടിൽ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ നമ്മളടുത്തൊരു ഓർഫനേജ് ഉണ്ടല്ലോ. ഓർഫനേജിൽ നല്ല കഴിവും പ്രാപ്തിയും പിന്നെ സ്വരമാതിരിയൊക്കെ ഉള്ള കുട്ടികളുണ്ടായിരിക്കും. അവർ സ്കൂൾ വിട്ടാലും നമ്മളെ വീട്ടിൽ വരും, അവധി ദിവസങ്ങളിൽ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ ആ കാലത്ത് നമ്മളുടെ മനസ്സിൽ പതിഞ്ഞ ഒരു ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. അപ്പോൾ കഥാപ്രസംഗം എഴുതുകയും സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ 1ാം സ്ഥാനം വാപ്പാൻ്റെ കഥാപ്രസംഗത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ചരിത്രത്തിൽ നിന്നുള്ളൊരു സംഭവമാണ് സൂചിപ്പിക്കുന്നത്. യർമൂക്ക് യുദ്ധത്തിൽ സാഹോദര്യത്തിൻ്റെ ഒരു മകുടോദാഹരണമായിട്ട് പലപ്പോഴും പറയുന്ന ഒരു കഥയാണ്. യർമൂക്ക് യുദ്ധം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ മുസ്ലിങ്ങൾ റോമക്കാരുമായിട്ട് ബൈസൻറ്റൈൻ ആയിട്ട് നടന്ന ഒരു വലിയ യുദ്ധമാണ്. മാത്രമല്ല ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ വ്യാപനത്തിന് ഒരു അടിത്തറ പാകിയ യുദ്ധം കൂടിയാണ് യർമൂക്ക് യുദ്ധം. അതിൻ്റെ നായകത്വം വഹിച്ചിരുന്നത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൻ്റെ സൈന്യാധിപത്യത്തിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ, അതിന് ശേഷം ഒരു 3-4 യുദ്ധമാണ് അദ്ദേഹം നയിച്ചിട്ടുള്ളത്. അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിലായിട്ടാണ് യർമൂക്ക് യുദ്ധം നടക്കുന്നത്. ഇപ്പോൾ യർമൂക്ക് യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബന്ധുക്കളെ ഇവരൊക്കെ അന്വേഷിച്ചുള്ളൊരു നടത്തുണ്ടല്ലോ. ആ രൂപത്തിൽ ഹുദൈഫത്തുൽ അദവി റളിയല്ലാഹു അൻഹു ആരൊക്കെയാണ് സഹായം ആവശ്യമുള്ളത് എന്നുള്ളത് യുദ്ധക്കളത്തിൽ പരതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പിതൃവ്യപുത്രൻ കസിൻ ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ വളരെ അവശമായ രൂപത്തിൽ, സംസാരിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ കണ്ടുമുട്ടുന്നത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഒരു തോൽസഞ്ചിയിൽ ഒരാൾക്ക് മാത്രം കുടിക്കാനുള്ള അല്പം വെള്ളം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. ഇത് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് അദ്ദേഹം എത്തി വെള്ളം ചുണ്ടോടടുപ്പിക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്തുനിന്നൊരു ശബ്ദം, വെള്ളം വെള്ളം എന്ന് പറഞ്ഞു. നേരെ മരണാസന്നനായി കിടക്കുന്ന ഇക്രിമ റളിയല്ലാഹു അൻഹു നേരെ ചെയ്തത് അങ്ങോട്ട് കൈ ചൂണ്ടി കൊടുക്കാൻ പറഞ്ഞു. അങ്ങോട്ട് കൈ ചൂണ്ടിയിട്ട് നേരെ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആജ്ഞ ഹുദൈഫ റളിയല്ലാഹു അൻഹു അനുസരിക്കുകയാണ്. നേരെ അദ്ദേഹം അങ്ങോട്ട് ഓടി. പക്ഷേ വ്യസനകരം എന്ന് പറയട്ടെ, അദ്ദേഹം അവിടെ ഓടി ചെല്ലുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഇക്രിമ റളിയല്ലാഹു അൻഹു വെള്ളം ആവശ്യമുള്ള ആളാണല്ലോ, നേരെ തിരിച്ച് ഇങ്ങോട്ട് വന്ന സമയത്ത്, ഇവിടെ എത്തുന്ന സമയത്ത് ഇക്രിമ റളിയല്ലാഹു അൻഹുവും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ഷഹീദായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കഥ പലപ്പോഴും നമ്മൾ കേൾക്കുകയും ഇസ്ലാമിലെ സാഹോദര്യത്തിൻ്റെ ഏറ്റവും ഒരു ഉദാത്തമായിട്ടുള്ള മാതൃകയായിട്ട് ചരിത്രത്തിൽ എന്നും സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് ഇത്. ഇതാണ് ഒരു കഥാപ്രസംഗം ആയിക്കൊണ്ട് വളരെ മനോഹരമായി വാപ്പാൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ അത് ഒരു കവിതയും പാട്ടും കൂടെ കൂടിച്ചേർന്ന വരികളായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. ഇതാണ് അവതരിപ്പിക്കുകയും സംസ്ഥാന തലത്തിൽ ഏറ്റവും നല്ല ഒരു സമ്മാനം നേടുകയും ചെയ്തിട്ടുള്ളത്. ചരിത്രത്തിൽ തൗഹീദുള്ള സമൂഹത്തിൻ്റെ അഗാധ സ്നേഹത്തിൻ്റെ ഒരുപാട് ഇതുപോലത്തെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മുഹാജിറുകൾ ഇങ്ങനെ മദീനയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഘട്ടങ്ങളിൽ മക്ക ഉപേക്ഷിച്ച ആളുകൾ മദീനയിലേക്ക് ഇങ്ങനെ വരികയാണല്ലോ. അപ്പോൾ വരുമ്പം ഓരോരുത്തർ ഏറ്റെടുക്കുകയാണ് ചെയ്യുക. അപ്പം പലരുടെയും വീട്ടിൽ ഭക്ഷണമല്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിഥിയായി കൊണ്ടുപോയ വ്യക്തിയെ കാണുമ്പോൾ ഭാര്യ ബേജാറാവുകയാണ്, എന്താ ചെയ്യാന്ന് ബേജാറാവുകയാണ്. നമുക്കറിയണ ചരിത്രമാണ്. കുട്ടികളെ കടത്തി ഉറക്കാൻ പറഞ്ഞു. കുട്ടികൾക്ക് ഉണ്ടാക്കിയ ഫുഡാണ്. കുട്ടികളെ കടത്തി ഉറക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിഥിയെ ഇരുത്തിയതിന് ശേഷം അദ്ദേഹം വിളക്ക് ഊതിക്കെടുത്തി. എന്നിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ചു. ശബ്ദമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും, കയ്യിലൊക്കെ അങ്ങോട്ട് മുട്ടുന്നു, അങ്ങനെ ആക്കുന്നു.
എന്നിട്ട് അതിഥിയെ കഴിപ്പിക്കുകയും ചെയ്തു. അപ്പം അള്ളാഹു നിങ്ങളെ കാര്യം കണ്ടിട്ട് അള്ളാഹു ചിരിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇവിടെ അതിഥിയെ ആദരിക്കുന്നതിൻ്റെ ആവശ്യവും ഒരു വിശ്വാസികൾ തമ്മിലുണ്ടാകേണ്ട ബന്ധത്തിൻ്റെ ആഴമൊക്കെ ഈ രണ്ട് സംഭവങ്ങളും യഥാർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. പലപ്പോഴും നമ്മളുടെ ഒരു കുടുംബ ബന്ധത്തെക്കാളും ഗാഢമായിട്ടുള്ള ബന്ധം ഈ ഒരു ആദർശ തലത്തിൽ രൂപപ്പെട്ട് വരാറുണ്ട് എന്നാണ് ഈ ഒരു ചരിത്ര സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് ഇങ്ങോട്ട് മദീനയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു അതിസമ്പന്നന്റെ പേര് മനസ്സിൽ വരികയാണെങ്കിൽ അന്നത്തെ ആ ആളാണ് ആര്? സാമ്പത്തികം കൊണ്ട് അന്നത്തെ ആ വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. എന്നാൽ എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം മദീന അണയുമ്പോൾ പ്രവാചകന്റെ കണ്ഠമിടറുന്നു, കണ്ണു നിറയുന്നു. അപ്പോൾ അദ്ദേഹത്തെ ആരെ ഏറ്റെടുക്കാമെന്ന് ചോദിക്കുമ്പോൾ ഒരു സ്വഹാബി പോവാണ്, സ്വഹാബിൻ്റെ കൂടെ അദ്ദേഹം പോവുകയാണ്. ആ സ്വഹാബി ചെന്ന് ആദ്യം തന്നെ പറയുന്നത്, എൻ്റെ 4 ഭാര്യമാരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ ഞാൻ നിങ്ങൾക്ക് ത്വലാഖ് ചൊല്ലിത്തരാം എന്നാണ്, നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ആളെ. കാരണം ഒരുപാട് വിശ്വാസികളില്ല, വിശ്വാസിക്ക് വിശ്വാസിയെ കല്യാണം കഴിക്കാൻ പാടൂ എന്നുള്ള നിയമം വന്ന കാലമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട, നിങ്ങളെനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. ഏറ്റവും അതിസമ്പന്നനായ ലോഡ് കണക്കിന് സാധനം നാനാദിക്കുകളിൽ നിന്നും കൊണ്ടുവന്ന് ഉക്കാലയിലും ദുൽമജന്നയിലും കച്ചവടം ചെയ്തിരുന്ന മഹാവ്യാപാരി മദീനയിലെ തെരുവിൽ ഒരു കാരക്കൊട്ടയും കൊണ്ട് ഉണക്കക്കാരക്കയും മുന്നിൽ വെച്ച് കച്ചവടക്കാരനാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ വിശ്വാസത്തിനു വേണ്ടി, പടച്ചവനെ മാത്രം ആരാധിക്കാൻ വേണ്ടി, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം എടുത്തൊരു കടുത്ത തീരുമാനമായിരുന്നു. പിന്നെന്താ ചെയ്തത്? പിന്നെ അദ്ദേഹം പണ്ടുണ്ടായിരുന്നതിൻ്റെ എത്രയോ ഇരട്ടി സമ്പന്നനായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സഹായിച്ചു. അപ്പം നമ്മൾ വെറുതെ ചിന്തിച്ച് നോക്കുക, നമ്മളെ വീട്ടിൽ ഒരു ദിവസം ഒരാൾ ഗസ്റ്റായി താമസിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം ചെയ്തു കൊടുക്കണമെങ്കിലൊക്കെ തന്നെ വലിയ മടിയുള്ള കാലത്താണ് ഇത്തരം സംഭവങ്ങൾ നമ്മൾ വീണ്ടും അനുസ്മരിക്കുന്നതും കേൾക്കുന്നതും എന്നുള്ളതാണ് നമുക്കിതിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞു പോകാനുള്ളത്.